എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമാരിറ്റൻ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് ഞാനൊരു ഇൻ്റർനാഷണൽ യാത്രയിലായിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാനും എൻ്റെ മോനൊരു 4 വയസ്സ് പ്രായം വരും ആ സമയത്താണ്. അപ്പോൾ ഞങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്റ്റോറിനകത്തോട്ട് കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു, മോനും ഇങ്ങനെ കഴിക്കാൻ കൊടുത്തു. അവൻ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കഴിച്ചുകൊണ്ടിരിക്കാതെ തന്നെ അവന് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാബിൻ ലഗേജും ഹാൻഡ് ബാഗും എല്ലാം എല്ലായിടത്തേക്കും, അതായത് ആ ഇരുന്ന ഇരിപ്പിൽ എൻ്റെ മടിയിൽ അവൻ ഇരിക്കുന്നത്. അപ്പം തൊട്ടടുത്ത് തന്നെ ലഗേജ് എല്ലാം ഇരുന്നത്. അപ്പം വൊമിറ്റ് ചെയ്തെല്ലാം കൂടെ എല്ലായിടത്തേക്കും കൂടെ വീണു. അപ്പോൾ എൻ്റെ മേത്തും അവൻ്റെ മേത്തും എല്ലാം ഇങ്ങനെ വൊമിറ്റ് മൊത്തം എല്ലായിടത്തേക്കും ആയി. അപ്പോൾ അങ്ങനെ അന്നേരം കറക്റ്റായിട്ട് ഞങ്ങളിരുന്ന ടേബിളിൻ്റെ 2 ടേബിൾ അപ്പുറത്തിരുന്നൊരു സ്ത്രീ ചാടി എണീറ്റ് കുറേ ടിഷ്യൂ ഒക്കെ എടുത്തുകൊണ്ട് തന്നു. എന്നിട്ട് അവരുടെ ലഗേജ് എടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടനെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അവർ കൊച്ചിനെ തുടയ്ക്കാനും അതുപോലെ എൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറേണ്ട വന്നു. അപ്പം അപ്പോൾ അവർ ചോദിച്ചു വേറെ ആരും ഇല്ലേ കൂടെ എന്ന് വെച്ചാൽ പറഞ്ഞു ഇല്ല, ഞാനും കൊച്ചും തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ കൊച്ചിൻ്റെ കാര്യങ്ങളും കൊച്ചിനെ തുണി മാറിക്കാനും പിന്നെ എനിക്കും വാഷ്റൂമിൽ പോകേണ്ട, അപ്പം കൊച്ചിനെ അവിടെ നിർത്തണമല്ലോ. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിനും അവർ ഒപ്പം നിന്ന്, വേറൊരു രാജ്യക്കാരിയും കൂടെയാണ്. എന്നിട്ട് അപ്പോൾ അവർ എല്ലാ കാര്യത്തിനും അവർ പോരുന്നുണ്ട്. അവർ ആ എയർപോർട്ടിൽ നിന്ന് അവർക്ക് അവരുടെ ഫ്ലൈറ്റ് വരുന്നിടം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും സഹായിച്ചു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കൊച്ചിന് ഇച്ചിരി അവർ നോക്കിക്കോളാം. പ്ലേ ചെയ്യുന്ന അവിടെ ഉണ്ട്, പ്ലേ ഗ്രൗണ്ടിൽ ചെറിയൊരിതുണ്ടായിരുന്നു, അതിനകത്ത് അവനെ കളിക്കാൻ കൊണ്ടുപോയി. ആ സമയത്ത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അങ്ങനെ ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. യാതൊരു പരിചയമില്ലാതെ ഞാൻ ജന്മത്ത് കണ്ടിട്ടില്ലാത്ത വേറൊരു രാജ്യക്കാരിയാണ്. അവർ ആ ഒരു പെട്ടെന്ന് കണ്ട ഒരു ഇതിൽ അവർ ഓടി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നല്ല കൂട്ടായി. അങ്ങനെ അവരുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, അന്നേരത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് എനിക്കും ഭയങ്കര സഹായമായിപ്പോയി. കാരണം കൊച്ചിനെ തന്നെ കൊണ്ട് പോകുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കെപ്പോഴും, ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ അവർ കൂടെ നിന്നു, അങ്ങനെയൊരു സഹായം ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു ചോദിക്കാതെ മനസ്സറിഞ്ഞ് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയണേ, ഏറ്റവും നല്ലൊരു മനസ്സിൻ്റെ ഉടമ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളാണ്. കാരണം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ഒരു സ്ട്രേഞ്ചായിട്ടുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വലിപ്പമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ സഹായം ചെയ്തു തന്ന എല്ലാവരെയും നന്ദിയോടും സ്നേഹത്തോടും അനുസ്മരിക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.